മേക്കിംഗ് അടിപൊളി, വിഷ്വൽസ് അടിപൊളി, എല്ലാം അടിപൊളി. പൃഥ്വിരാജ് എല്ലും തോലായി പോയി കാണാം. അടിപൊളി പടം, എക്സ്ട്രാ ഓർഡിനറി മാസ്റ്റർ പീസ് ഫ്രം ബ്ലെസ്സിംഗ്. പൃഥ്വിരാജ് സുകുമാരൻ വെർസറ്റൈൽ ആക്ടർ, ദ മാൻ ഹു ഗോണ ബി റൂൾ ദ മോളിവുഡ്. ഒരു രക്ഷയില്ല. അടിപൊളി സിനിമയാണ്. നല്ല പടമാണ്, കുഴപ്പമില്ല. സൂപ്പർ പടം, നല്ലതാണ്, എല്ലാവർക്കും കാണാവുന്ന ഒരു പടം തന്നെയാണ്. എല്ലാവരും കണ്ടിരിക്കണം. സൂപ്പർ അഭിനയം, അസലായിട്ടുണ്ട്. ഓസ്കാർ കിട്ടിയാൽ നല്ലത്, ഓസ്കാർ കിട്ടിയാൽ നല്ലതായിരിക്കും. പടം കൊള്ളാം, വൺ ടൈം മൂവിയാണ്. പൃഥ്വിരാജ് അടിപൊളിയായിട്ട് അഭിനയിക്കുന്നുണ്ട്. നല്ല ഓസ്കാറിനുള്ള വകുപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പാട്ടും കാര്യങ്ങളും ആ ഒരു ബീജം ഒക്കെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ചേട്ടാ, വൺസ് ഇൻ എ ലൈഫ് ടൈം അങ്ങനെ പറയാവുന്നൊരു മൂവി. ഒന്നും പറയാനില്ല, ക്ലാസ് മൂവി. തീർച്ചയായിട്ടും എല്ലാം അടിപൊളി, മേക്കിംഗ് അടിപൊളി, വിഷ്വൽസ് അടിപൊളി, എല്ലാം അടിപൊളി. അടിപൊളി നല്ല പടമായിരുന്നു, നന്നായിട്ടുണ്ട്. വിഷ്വൽസ് ഒക്കെ നല്ല പക്കയായിരുന്നു. പിന്നെ 16 വർഷത്തെ അധ്വാനമല്ല, നമ്മൾ 2 മണിക്കൂർ കൊണ്ട് വിലയിരുത്താൻ പറ്റത്തില്ലല്ലോ. ഓസ്കാറിനുള്ള വിഷ്വൽസ് അത്രയുണ്ട്, അതുപോലെ തന്നെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് നല്ലതായിരുന്നു. വൺസ് ഇൻ എ ലൈഫ് ടൈം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു രക്ഷയില്ല. പൃഥ്വിരാജിന്റെ അഭിനയമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പൃഥ്വിരാജിന്റെ ഒരു രക്ഷയില്ല. വേറെ ഇത് ഒരു ഇന്റർനാഷണൽ സ്റ്റഫാണ്. ഏത് ലെവലിൽ പോകുമെന്ന് പറയാൻ പറ്റത്തില്ല. അവാർഡിന്റെ കാര്യത്തിലാണല്ലോ, ചില സീനൊക്കെ പൃഥ്വിരാജൊക്കെ എല്ലും തോലായി പോയി കാണാം. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. എല്ലാം മൊത്തത്തിൽ ഞാൻ നോവല് പെട്ടെന്ന് നമ്മൾ വായിച്ചു തീർക്കുന്ന നോവലിനെ ആ ഫീല് കിട്ടി. ഹൈലി എൻഗേജിങ് ആണ്. പിന്നെ ഒരു അവാർഡ് പോലത്തെ പടമല്ല, ഹൈലി എൻഗേജിങ് പടമാണ്. നമ്മൾ ആഗ്രഹിക്കുന്നു പൃഥ്വിരാജിനെ പോലെ. ഏതാണ് എ ആർ റഹ്മാന്റെ 2 പാട്ടാണ് മെയിനായിട്ടുള്ളത്. പിന്നെ BGM അടിപൊളിയാണ്. എല്ലാവരും കുറച്ച് ക്യാരക്ടേഴ്സ് ഉള്ളൂ, പക്ഷെ ഉള്ളവരൊക്കെ അടിപൊളിയാണ്. പടം കുഴപ്പമില്ലെന്ന് പറയാനുള്ളത്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാര്യം എന്താ വെച്ചാൽ നമ്മളെ നോവൽ വായിച്ച അതിനും കുഴപ്പമില്ല. സെക്കൻഡ് പാർട്ട് ഫസ്റ്റിൽ എനിക്ക് അത്ര പിടിച്ചില്ല. പൊതുവേ ഞാൻ പൃഥ്വിരാജിന്റെ ഒരു ഇഷ്ടമുള്ള ഒരാളല്ല ആക്ടിങ്. ഓക്കെ, കുഴപ്പമില്ലെന്ന് പറയാം. ഓസ്കാറൊന്നും കിട്ടിയില്ല. അതൊന്നും അത്ര അങ്ങോട്ട് എറിച്ചിട്ടില്ല. അടിപൊളി പടമായിരുന്നു, സൂപ്പർ ആയിരുന്നു. വേറെ ഒന്നും പറയാനില്ല, ഇന്ന് മാത്രമേ ഉള്ളൂ. സങ്കടമായിരുന്നു, ഇപ്പൊ ഓക്കെ ആയിരുന്നു. ഞാൻ കരഞ്ഞു തുടങ്ങി. നമുക്കിത് വായിച്ചിട്ട് ആ ദൃശ്യാവിഷ്കാരത്തിനൊപ്പം വരുമെന്നൊരു എന്താകുന്ന രീതിയിലാ വന്നത്. പക്ഷെ വേറെ ഒന്നും പറയാനില്ല, അതേ ഉള്ളൂ. അടിപൊളിയാണ്, കുഴപ്പമില്ല. നോവലിന് അത്രയും വന്നില്ലെന്നാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് കുഴപ്പമില്ലെന്നുള്ളത്. നോവൽ വായിച്ച ആളെ സംബന്ധിച്ച് ആ ഒരു അത്രയും തീവ്രത വന്നായിട്ട് എനിക്ക് തോന്നിയില്ല. പ്രത്യേകം നന്നായിട്ട് അഭിനയിച്ചു.